ഞാനൊരു നൈറ്റ് ഓളാണ്, അതുകൊണ്ട് തന്നെ ഈ ലാമ്പും DIY ക്യാൻഡിൽസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രിൻട്രസ്റ്റിലൊക്കെ അക്രിലിക് LED ലൈറ്റ് ബോർഡ് കാണുന്നത്. സംഭവം കണ്ട ഉടനെ ഞാൻ മൂക്കും കുത്തി വീണു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രാൻസ്പെറൻറ്റ് ഐറ്റം. അതിൻ്റെ കൂടെ ലൈറ്റും കൂടെ ആയപ്പോൾ ഡിം. പക്ഷേ എൻ്റെ ബഡ്ജറ്റൊന്നും ഇപ്പോൾ എനിക്ക് അഫോർഡബിൾ അല്ല. ചാനലൊക്കെ ഒന്ന് മോണിറ്റൈസ് ആയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ ഇതൊന്ന് വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും ലോ ബഡ്ജറ്റിൽ. നമ്മുടെ ഗ്ലാസ് ഷീറ്റില്ലേ, OHP ഷീറ്റ്, അതെടുത്ത് നമുക്ക് ആവശ്യമുള്ള അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. 2 ഷീറ്റ് ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുക്കിൽ നമുക്ക് വലിയ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ വേണ്ടത്, നമുക്ക് ഈ ബബിൾസൊക്കെ ഊതി വരുത്തുന്ന ഒരു കളിപ്പാട്ടമില്ലേ, അതിൻ്റെ കുപ്പി നെടുക്കെ ഒന്ന് കീറിയിട്ട് അതിനകത്തേക്ക് ഈ OHP ഷീറ്റിനെ ഒന്ന് ഇറക്കി വയ്ക്കുക. ഇനി അതില്ലെങ്കിൽ തന്നെയും ഈ ഷീറ്റ് ഇരിക്കുന്ന വിധത്തിൽ എന്താണെങ്കിലും നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇനി ഇത് ചാരി വയ്ക്കാൻ പറ്റിയ സ്റ്റാൻഡ് വീട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് ചാരി വയ്ക്കാം. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സ്ലൈമിൻ്റെ കുപ്പി എടുത്തു അതിലേക്കൊന്ന് ചാരി വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ആ കുപ്പിയുടെ അകത്തൂടെ ഈ ഫാൻസി ബൾബും കൂടെ ഒന്ന് കയറ്റി കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് കാണാൻ ഏതാണ്ട് ആ ഒരു ലുക്കിൽ കൊണ്ടുവരണം എന്നേ ഉള്ളൂ. ഇത് ടെക്നിക്കലി ഒന്നും കറക്റ്റ് അല്ല. LED ലൈറ്റാണ് ഇതിനകത്ത് വേണ്ടത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ അക്രിലിക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ലൈറ്റിനെ നന്നായിട്ട് കടത്തി വിടാൻ പറ്റുന്ന ഭാഗത്തിലാണ്. പോരാത്തതിന് ഇനി ഹൈ ലെവൽ ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്തൂടെ കടന്നു വരുന്ന ലൈറ്റിനെ അത് പുറത്തു പോവാതെ അതിൽ തന്നെ തങ്ങി നിർത്തുന്നു. ഇനി ആ ബോർഡിൽ എഴുതാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള പെന്ന്, അതായത് കളർലെസ് പെൻ കൊണ്ട് നമ്മൾ എഴുതുന്ന സമയത്ത് അതിലെ ജെല്ലോ ഇങ്കോ ഒക്കെ അതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ലൈറ്റ് കടത്തി വിടുന്ന സമയത്ത് ആ ലൈറ്റിനോട് ആ ഇങ്ക് പ്രതികരിക്കുന്നതും ആ LED സ്ക്രീൻ പ്രതികരിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് ഇങ്ക് കൊണ്ട് എഴുതിയ ഭാഗം കുറച്ചൊന്നുകൂടി ലൈറ്റിനായിട്ട് ഇരിക്കുന്നതിന് കാരണം. അതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മളതൊക്കെ ഫിസിക്സിൽ പഠിച്ചതാണ്. ഇനിയിപ്പോൾ അതൊന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്ര നല്ല LED ലൈറ്റോ അക്രിലിക് സർഫസോ ഒന്നുമില്ല. അതുകൊണ്ട് കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് കാണാൻ ഏതാണ്ട് അതുപോലുള്ളൊരു സംഭവം തട്ടിക്കൂട്ടി എടുക്കാനാണ് എൻ്റെ പ്ലാൻ. പിന്നെ ഈ തട്ടിക്കൂട്ടി എടുക്കൽ എൻ്റെ സ്വന്തം ഐഡിയ ആണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്ത് ഫോണിൻ്റെ ടോർച്ച് ഓൺ ചെയ്ത് അതിൻ്റെ മുകളിൽ സ്ലൈമിൻ്റെ ബോട്ടിൽ വെച്ചു. പിന്നെ നമ്മുടെ തട്ടിക്കൂട്ട് ബോർഡും വെച്ച് പിന്നെ ഫെയറി ബൾബും കൂടെ കത്തിച്ചു കൊടുത്തു. സംഭവം അതും ഇതും തമ്മിൽ ആനയാടിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം നമ്മളെ കൊണ്ടൊക്കുന്ന പോലെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കണ്ട.